ദീപ, ഞാൻ ദീപയുടെ ഒരുപാട് വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട്. നേരിട്ട് കാണാൻ പറ്റിയിട്ടില്ല. ഞാൻ നേരിട്ട് കാണുന്നത് ഇപ്പോഴാണ് സാറിന്. അപ്പോൾ എന്തായാലും ഒരുപാട് വിശേഷങ്ങൾ, കാരണം നമ്മുടെ പ്രേക്ഷകർക്ക് അറിയണം എന്ന ആഗ്രഹം കാണും. അപ്പോൾ മനസ്സ് തുറന്ന് പറയണം. മനസ്സ് തുറന്ന് തന്നെ പറയും ഞാൻ. അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ? ദീപ ആദ്യം ഒരു 1000 എപ്പിസോഡിൽ പരം കവർ ചെയ്താണല്ലോ ഇത്. എന്താണ് സ്ത്രീധനം അല്ലേ? എത്ര വർഷം എടുത്തു ഈ 1000 എപ്പിസോഡിന്? 3 വർഷം എടുത്തു കാണും. 3 വർഷം എടുത്തു. എത്ര വയസ്സിലായിരുന്നു എൻട്രി? വയസ്സ് എനിക്ക് ഓർമ്മയില്ല. ഞാൻ പക്ഷെ +2 കഴിഞ്ഞപ്പോഴാണ് ഇൻഡസ്ട്രിയിലോട്ട് ഇറങ്ങിയത്. +2 കഴിഞ്ഞു. എങ്ങനെയായിരുന്നു അത്? ആങ്കറിംഗ് ആയിരുന്നു. ഒരു 3 വർഷം ലൈവ് ആങ്കറിംഗ് ചെയ്തു. എവിടെ? കിരൺ ടിവിയിലായിരുന്നു. 3 വർഷം ലൈവ് ആങ്കറിംഗ്. അതിപ്പോ എറണാകുളത്തോട് മാറ്റി എന്റെ ചാനൽ സൂര്യ TV ഫുള്ള്. അപ്പം അതിനുശേഷം പിന്നെ KK രാജസാറിന്റെ സീരിയലിന്റെ എൻട്രിയിലൂടെയാണ് വന്നത്. സാറിന്റെ കൺട്രോളർ ഇങ്ങനെ ചാനൽ മാറ്റി വന്നപ്പം ഒരു കുട്ടിയുടെ ഓപ്പോസിറ്റ് കറക്റ്റ് ക്യാരക്ടർ ആപ്റ്റ് ആവണമല്ലോ. അപ്പൊ അതിനു വേണ്ടി നോക്കി വന്നപ്പോ ഈ കുട്ടി ഓക്കെ ആണോ സാറിന് രാജീവ് സാറിനെ ചോദിച്ചു. അങ്ങനെ നേരെ വിളിക്കുന്നതാ ഇതിലോട്ട്. അങ്ങനെ ഒരു എൻട്രി ഒരിക്കലും പ്രതീക്ഷിച്ചില്ല, ഇങ്ങനത്തെ ഒരു എൻട്രി. കാരണം ലൈവ് ആങ്കറിങ് എനിക്ക് ഇഷ്ടമായിരുന്നു. അങ്ങനെ അത് ഇഷ്ടമായിട്ട് ജോയിൻ ചെയ്തതാ. അപ്പൊ അങ്ങനെ സ്ത്രീധനത്തിൽ വന്നു പെട്ടു. പിന്നെന്താ അങ്ങ് നിർത്തി കളഞ്ഞത്? നിലവിളക്ക് എന്ന് പറഞ്ഞൊരു സീരിയൽ ഞാൻ ചെയ്തിരുന്നു. അതും 1006 മേലെ പോയി. അതും അപ്പോ അതായത് എന്താണ്, ദീപ തൊടുന്നതെല്ലാം 1000-ന് മേളിലാണല്ലേ? അങ്ങനെയാണ് ഇതിന്റെ പറയാം നേടാമിന്റെ ആങ്കറിങ്ങിന് ഒരു 1000 എപ്പിസോഡ് പോട്ടെ. ഇനിയിപ്പോ പോയാലോ? അതൊരു ഭാഗ്യമാണ്, ഒരു നിമിത്തമാണ്. കാരണം മോഹൻലാലിന് ഒരു ഇതുണ്ട്, അദ്ദേഹത്തിന്റെ എല്ലാ ചിത്രത്തിലും ആന്റണി പെരുമ്പാവൂരിന് ഒരു ചെറിയ വേഷം കൊടുക്കും. അതെ, തീർച്ചയായിട്ടും. ആ പടം ഹിറ്റാവുകയും ചെയ്യും. തീർച്ചയായിട്ടും. അത് അതിന്റെ പരമാർത്ഥമാണ്, സത്യമാണ്. എന്ന് പറഞ്ഞ പോലെ ഈ ഇതിന്റെ ഷൂട്ടുള്ളപ്പോ ചുമ്മാ വന്നിട്ടെങ്കിലും പോകും. എവിടാ താമസിക്കുന്നേ? ഞാൻ ട്രിവാൻഡ്രം. അച്ഛൻ കാർ ബിസിനസ്, റിയൽ എസ്റ്റേറ്റിന്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോകുന്നു. അപ്പൊ തുട്ടാണ്. അമ്മ ഹൗസ് വൈഫാണ്. അമ്മ എന്റെ കൂടെ വരും. എത്ര സഹോദരനോ സഹോദരി? ചേച്ചിയുണ്ട്. ചേച്ചി കല്യാണം കഴിഞ്ഞ് ആലപ്പുഴ സെറ്റിൽഡ് ആണ്. അപ്പൊ ഒറ്റയ്ക്ക് പാടുന്ന പൂങ്കുയിലായിട്ട് നടക്കുന്നില്ലേ? ഡാൻസ് ഒക്കെ ചെയ്യൂ? ആ സമയത്ത് മിമിക്രി കാണിക്കൂ? ഇല്ല, മിമിക്രി ഒന്നുമില്ല. ഇല്ല. പാട്ട് പാടും, അതെനിക്കറിയാം. അയ്യോ, കുറച്ചൊക്കെ. ഒരു പാട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി. ഇപ്പൊ മണ്ഡലകാലമാണ്, അതിനെപ്പറ്റിയൊരു. പിന്നെ സാറിന്റെ മിക്കവാറും ഉള്ള പാട്ട് ഞാൻ കേൾക്കോട്ടോ. അയ്യപ്പൻ സോങ്സ് മിക്കവാറും കുട്ടിക്കാലത്ത് പോയിട്ടുണ്ട്. നാമം ജപിക്കുമ്പോഴൊക്കെ, ഞാൻ വീട്ടിൽ നാമം ജപിക്കുമ്പോഴൊക്കെ സാറിന്റെ പാട്ടാണ് ഞാൻ. എനിക്ക് ഇഷ്ടം അയ്യപ്പ സോങ്സ് ഏറ്റവും കൂടുതൽ സാറിന്റെ. തീർച്ചയായിട്ടും. അപ്പൊ പാടിക്കോളൂ. സാമവേദം നാവിലുണർത്തിയ സ്വാമിയേ, എന്നെ സ്വരപൂജാമലരാക്കി തീർക്കണേ. സാമവേദം നാവിലുണർത്തിയ സ്വാമിയേ, എന്നെ സ്വരപൂജാമലരാക്കി തീർക്കണേ. തത്വമസി പൊരുളേ, നിത്യസത്യതയാം നിധിയേ, ഇനി കൽപ്പാന്തമിഴിതൾ തുറന്നിടണേ. ഇരുമുടി നിറയുമീ ദുരിതം ഒഴിയണേ. ഇഹപരശാന്തി തൻ അമൃതം അരുളണേ. മനസാകും പുലിമേലെ വാഴണേ. ജന്മശനി നീക്കി ശരിയേടണമേ. എന്തായാലും കല്യാണമൊന്നും കഴിഞ്ഞില്ലല്ലോ? ഇല്ല. ഒരു നല്ല കല്യാണം വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്ന് മാത്രമേ എന്റെ അമ്മ എപ്പോഴും അതാ പറയുന്നത്. ഇനി ഒരാളെ ഒന്ന് ഏൽപ്പിച്ചിരുന്നെങ്കിൽ നല്ലതായിരുന്നു. അല്ല, ആളെ വല്ലതും കണ്ടുവച്ചിട്ടുണ്ടോ? ഇല്ല, കണ്ടുവച്ചിട്ടൊന്നുമില്ല. കണ്ണു വെച്ചിട്ടുണ്ടോ? ഇല്ല. അതും വെച്ചിട്ടില്ല. അത് വെറുതെയാണ്. ഞാൻ കേറാൻ നേരത്തെ ഞാൻ പറഞ്ഞു, കാരണം മനസ്സ് തുറക്കണേ. എന്തായാലും ഇറങ്ങുന്നതിന് മുമ്പ് ഞാൻ മനസ്സ് തുറപ്പിക്കും. അത് വരട്ടെ. ഇനി ഒരു ചെറിയ കുസൃതി ചോദ്യമാണ്. ഒരു ചെറിയ ചോദ്യം. മനുഷ്യനും കഴുതയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ക്ലൂ ഉണ്ട്. ദീപ. ഞാനോ? കഴുതയാണോ ഞാൻ? എന്താ വ്യത്യാസം? വ്യത്യാസമൊന്നുമില്ല. ഇല്ലെന്നാണ് തോന്നുന്നത്. ഞാൻ പറയട്ടെ, മനുഷ്യൻ കഴുതയാവും,
കഴുത മനുഷ്യനല്ല. നമ്മൾ വിളിക്കത്തില്ലേ, എടാ കഴുതേ അതൊന്ന് എടുത്തു വെക്കണം. കഴുതയുടെ അടുത്ത് പറയൂ, എടാ മനുഷ്യ ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞപ്പോ ഞാനൊന്നും അല്ലാന്ന് പറഞ്ഞില്ലേ. ഉത്തരം ഏതാണ്ട് പറഞ്ഞു, പക്ഷെ കിട്ടിയിട്ടില്ല. ഓക്കെ. ഇപ്പൊ ദീപ ഏത് സീരിയലാണോ സിനിമയാണോ? സീരിയലാണ് ചെയ്യുന്നത്. സാർ എൻ്റെ അടുത്ത് ഫസ്റ്റ് വന്നപ്പോ ചോദിച്ചു എന്താ ബ്രേക്ക് ഇട്ടെന്നൊക്കെ ചോദിച്ചു. അതിപ്പോഴാണ് ഞാൻ പറയുന്നത്. ഒരു 13 വർഷത്തോളം സീരിയൽ ചെയ്തു. അതിനുശേഷം ഞാൻ പിന്നെ ഇപ്പോൾ ഒന്ന് ബ്രേക്ക് ഇട്ടിട്ട് ഒരു ഇങ്ങനെ സിനിമ ഒന്ന് ചെയ്താലോ, സിനിമ ഒന്ന് കോൺസെൻട്രേഷൻ കൊടുത്താലോ എന്ന് തോന്നി. അങ്ങനെ ബ്രേക്ക് ഇട്ടിട്ട് നിന്നു. അങ്ങനെ 2 പടം ഇപ്പം ഇറങ്ങാൻ വേണ്ടി നിൽക്കുവാണ്. ഒന്ന് പായ്ക്കപ്പൽ എന്ന് പറഞ്ഞിട്ട് മൂവി, മലയാളം മൂവി. ഒന്ന് തമിഴ് കളിർ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇത് 2 റിലീസ് ഇങ്ങനെ വേറൊരെണ്ണം തുടങ്ങാനും ഇരിക്കുമ്പോഴാണ് കൊറോണയുടെ ഇഷ്യൂ ഒക്കെ ആയിട്ട് ഇങ്ങനെ. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ചെന്നൈയിൽ നിന്ന് ഇങ്ങനെ ഒരു സീരിയൽ കഴിഞ്ഞിട്ട് പെട്ടും കിടക്കുകയും എല്ലാം എടുത്തോണ്ട് ഇങ്ങോട്ട് വരുമായിരുന്നു. വരുന്ന സമയത്താണ് ഇങ്ങനെ അറിയാന്നുള്ള ഒരു കൺട്രോളർ വിളിച്ചു. അതായത് ദീപ ചെയ്യുന്നുണ്ടോ ഇല്ലയെന്നൊരു ഒരു ഡൗട്ടാണല്ലോ, സിനിമയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിട്ട്. അങ്ങനെ ചോദിച്ചപ്പോൾ ചെയ്യുന്നുണ്ടോ, അപ്പം എടുത്തു പറഞ്ഞു ഒരു ടൈറ്റിൽ നെയിം പറഞ്ഞു, സീരിയലിന്റെ ടൈറ്റിൽ നാമം ജപിക്കുന്ന വീട് എന്ന ടൈറ്റിൽ നെയിം. അപ്പം ഞാൻ പിന്നെ പ്രത്യേകിച്ച് നാമം ജപിക്കുന്ന ആളാണല്ലോ, അപ്പൊ ശരി നോക്കി അങ്ങനെ ജോയിൻ ചെയ്തു. ഇപ്പൊ അതിങ്ങനെ പോകുന്നു. വെരി ഗുഡ്. ദീപയുടെ ജീവിതത്തിൽ കണ്ണ് നിറഞ്ഞ നിമിഷങ്ങൾ എപ്പോഴാണ് ഉണ്ടായിട്ടുള്ളത്? സീരിയലല്ല, അതും അയ്യപ്പൻ്റെ തന്നെ എനിക്ക് ഓർമ്മ വന്നു എന്നുള്ളതാണ്. ഈശ്വര, ഞാനൊരു റിയാലിറ്റി ഷോ, ഒരു അവാർഡ് ഷോയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ പെർഫോമൻസ് ഞാനല്ല ചെയ്യുന്നത്, പക്ഷേ കാർട്ടൺ റൈസറിൻ്റെ ആങ്കറിങ് ഞാനാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം എല്ലായിടവും പോയിട്ടൊരു ആങ്കറിങ് ചെയ്യാൻ വേണ്ടി അപ്പം ശ്രീധരൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമായിരുന്നു. അപ്പോൾ ആശ ശരത്ത് ഇങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോ ഫ്ലോറിലുള്ള ആൾക്കാരെ ഇൻ്റർവ്യൂ ചെയ്തോണം ദീപ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഏത് പ്രോഗ്രാമാണ് ചെയ്യുന്നത് അങ്ങനെയൊക്കെ. അപ്പോൾ ഞാൻ ഓരോ ഫ്ലോർ കഴിഞ്ഞിട്ട് ഇങ്ങനെ കഴിഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്ത് പ്രൊഡ്യൂസർ പറഞ്ഞു ദീപ ഒന്ന് ഇരുന്നോ, കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ ചെന്നിരുന്നത് ഒരു ഫ്ലോറിനകത്താ. ഈ ആശ ചേച്ചി അപ്പോൾ എൻട്രി ആവുന്നേ ഉള്ളൂ. ആശ ചേച്ചി വന്നിരിക്കുമ്പോൾ ഉള്ളതൊന്നും എനിക്കറിയില്ല, ആശ ചേച്ചി എന്താണ് പെർഫോമൻസ് ചെയ്യാന്ന് അറിയില്ല. അപ്പോൾ കോറിയോഗ്രാഫറിൻ്റെ അടുത്ത് പറയുവാണ് ഞാനിങ്ങനെ ഞാൻ ചെയ്ത എന്തായാലും കാണിക്കാം, അത് നോക്കിയിട്ട് ബാക്കി നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ കറക്റ്റ് ഈ ഫ്രണ്ട് സൈഡിൽ വന്നിരിക്കുകയും ചെയ്തു. സൈഡിലും ആയിപ്പോൾ എനിക്ക് അവിടെ സീറ്റ് കിട്ടിയോളൂ. ഞാൻ അവിടെ ഇരുന്നു. നേരെ എനിക്ക് ഹരിവരാസനമാണ് ചെയ്തത്. ഞാൻ ഒന്നും അറിയുന്നില്ല, ഇങ്ങനെ ചെയ്യാൻ പോകുന്നൊന്നും അറിയില്ല. ഹരിവരാസനം തുടങ്ങി ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാൻ എനിക്ക് പറ്റിയില്ല, കാണാൻ പറ്റിയില്ല. അതിന് മുന്നേ എനിക്ക് അതായത് കയറി നിന്ന് ഭഗവാനെ തൊഴുന്നത് പോലത്തെ ഒരു ഫീലിംഗ് എനിക്കുണ്ടായി. കാരണം ചേച്ചി അത്രയ്ക്കും ഭംഗിയായിട്ട് ചെയ്ത് കാണിച്ചു തന്നു. ഞാൻ ഇറങ്ങി ഓടി വിളിച്ചെന്നു, കരച്ചില്ല. അപ്പോൾ അവിടെ എന്തോ എല്ലാവരും പേടിച്ചോ, എന്ത് പറ്റി, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന്. അങ്ങനെ അസിസ്റ്റൻ്റ് പോയി ചോദിച്ചു. അപ്പോൾ അമ്മ പറഞ്ഞു ഇങ്ങനെയാണ്, കുറച്ച് ഇൻറ്റിമസി കൂടുതലാണ് അവർക്ക് എന്ന് പറഞ്ഞു. പിന്നെ ആശ ചേച്ചി വന്ന് കെട്ടിപ്പിടിച്ചോ, അയ്യോ ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സോറി ഒക്കെ പറഞ്ഞു. അതുകൊണ്ട് ആശ ചേച്ചി ഇപ്പോഴും കണ്ടാൽ ഓടി വരും. അങ്ങനൊരു അസുലം. ഇനി ഞാൻ നേരത്തെ ഒരു ചോദ്യം ചോദിച്ചു, അതിന് ഉത്തരം പറഞ്ഞില്ല. അമ്മ എപ്പോഴും പറയുന്ന കാര്യം കല്യാണം. അമ്മ പറഞ്ഞിരുന്നു MG സാറ് മിക്കവാറും ചോദിക്കും. അമ്മയ്ക്ക് എങ്ങനെ അറിയാം? ഇല്ല, എനിക്കൊന്നും സാറിന്റെ പ്രോഗ്രാം സാറിന് പക്ഷെ ചെറുതിലെ മീൻസ് പാട്ട് പാടുന്ന സമയത്ത് തൈക്കാടൊക്കെ അച്ഛനൊക്കെ അങ്ങനെ അതുവഴിയൊക്കെ അച്ഛനെ കുറച്ച് അതൊക്കെ അറിയാം. അപ്പൊ അതുകൊണ്ടാണ് അച്ഛൻ അതുവഴി. അയ്യോ അങ്ങനെ കുടുംബപരമായിട്ട് കുറച്ചൊക്കെ. അല്ല, ഞാൻ പോയിട്ടുണ്ട്. അതെ, കാരണം ഞാൻ അതുവഴി 3:30 മണിയാകുമ്പോഴത്തേക്ക് കൃത്യം എന്റെ സൈക്കിളിൽ ഞാൻ അതുവഴി പോകും. അതുവഴി പോയിട്ട് എനിക്ക് ഇഷ്ടപ്പെടുന്ന പിള്ളേരെ കാണുമ്പോഴത്തേക്ക് ഞാൻ അന്ന് ബെല്ലുണ്ടല്ലോ, ട്രിങ് ട്രിങ് അടിക്കും. ഒന്ന് നോക്കിയാ മതി. ഓക്കെ, അന്നത്തെ കാലഘട്ടം അതാണ്. നമ്മളെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ആ ദിവസം സന്തോഷം. പിന്നെ ഭാഗ്യത്തിന് എനിക്ക് കേരള സ്റ്റേറ്റ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ എന്ന് പറഞ്ഞ ഓഫീസിൽ അക്കൗണ്ടന്റ് ആയിട്ട് ജോലി കിട്ടി. ഞാൻ BCom കഴിഞ്ഞപ്പോൾ. അതെവിടാന്നറിയോ? ഈ വിമൻസ് കോളേജ് കയറുന്ന എൻട്രൻസിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ്, ആ മന്ത്രിയുടെ വീടിന്റെ തൊട്ടപ്പുറത്തായിട്ടിരിക്കുന്നത്. എന്തൊരു സന്തോഷമായിരുന്നു അറിയോ. അതും സീറ്റ് എവിടെ ആയിരുന്നു അറിയോ? അതിനെ ഫേസ് ചെയ്തിട്ടുള്ള ജനലിനടുത്ത്. അതുകൊണ്ടൊന്ന് സത്യം പറ, ഇത്ര ഞാൻ പറഞ്ഞില്ലേ. അങ്ങനെയില്ല. അങ്ങനെ സാറിനെ കുറച്ചൊക്കെ അറിയാമെന്ന് പറഞ്ഞു. പിന്നെ പ്രോഗ്രാംസ് ഒക്കെ കാണാറുണ്ടല്ലോ സാറിന്റെ. അപ്പൊ പറഞ്ഞു എന്തായാലും ഡീറ്റെയിൽ ചോദിക്കുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് എന്തായാലും നീ മിണ്ടി പോരുത്, പറഞ്ഞു കഴിഞ്ഞാൽ പണിയാണ് അല്ലേ? ഇല്ല, അമ്മ എന്താ പ്രാർത്ഥിക്കുന്നത്, എത്രയും പെട്ടെന്ന് ഇതിനൊന്നും അങ്ങോട്ട് പിടിച്ചു കൊടുത്താൽ എനിക്കൊന്ന് ഫ്രീ ആവായിരുന്നു എന്നാ പറയണേ. അപ്പൊ എന്തായാലും എന്റെ അടുത്ത് ഇത് കഴിഞ്ഞ് പോകുന്നതിന് മുമ്പേ പറഞ്ഞാൽ മതി, രഹസ്യമായിട്ട് പറഞ്ഞാൽ മതി. അയ്യോ, കാരണം ഇതായിട്ട് പറയണ്ട. ഓക്കെ, അപ്പൊ മനസ്സിലായല്ലോ, ആരോ എവിടെയോ ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലായി. എന്റെ അടുത്ത് പറയാന്ന് പറഞ്ഞു. ദീപ തൊട്ടാൽ 1000ആണ്.
മിനിമം 900 എങ്കിലും പോവും. അപ്പൊ ഇന്നലത്തെ എപ്പിസോഡ് കണ്ടിട്ട് ആൾക്കാര് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്, ആരാണ് ആള്, ആ ഭാഗ്യവാൻ. ഇനി അയ്യപ്പസ്വാമി തന്നെ ആണോ? മാളികപ്പുറം കഴിഞ്ഞാൽ വെയിറ്റ് ചെയ്യുക. മാളികപ്പുറം ഇങ്ങനെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുക. അപ്പൊ അയ്യപ്പനെ അടിച്ച് മാറ്റിയോ എന്നൊക്കെ ഇങ്ങനെ ഒരുപാട് പേര് വിളിച്ചു ചോദിച്ചു. അപ്പൊ എന്തായാലും അയ്യപ്പനാകാൻ വഴിയില്ല, ചിലപ്പോ പേര് അയ്യപ്പൻ എന്നായിരിക്കും. കാരണം അയ്യപ്പനോട് അത്രയും സ്നേഹമുള്ളതുകൊണ്ട് ഇനി ആ പേരിൽ ആരെങ്കിലും ഒരാൾ വന്ന് എന്താ പേര് ചോദിച്ചപ്പം അയ്യപ്പൻ. അയ്യപ്പൻ, ഓ അങ്ങനെ വീണു പോയോ ദീപ എന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട്. അപ്പൊ എന്നാ ഒരു അയ്യപ്പൻ പാട്ട് അടുത്തത് തകർക്കൂ. കണ്ണോളം കണ്ടതു പോരാ, കാതോളം കേട്ടതു പോരാ, അയ്യന്റെ മായകൾ ചൊന്നാൽ തീരുമോ ഗുരുസ്വാമി. ഓം ഓം. കണ്ണോളം കണ്ടതു പോരാ, കാതോളം കേട്ടതു പോരാ, അയ്യന്റെ മായകൾ ചൊന്നാൽ തീരുമോ ഗുരുസ്വാമി. വെരി ഗുഡ്, വെരി ഗുഡ്. ഇത് ഒരുപാട് പേര് എന്നെ വിളിച്ച് പറഞ്ഞാണ്. ഇത് എഴുതിയത് രമേശ് നായർ സാറാണ്. സാധ്യമായിട്ട് എഴുതിയിട്ടുണ്ട്. എൻ്റെ അയ്യപ്പൻ പാട്ടെല്ലാം ഞാൻ തന്നെയാണ് സംഗീതം. അപ്പം എനിക്ക് ജീവിതത്തിൽ കിട്ടിയ എങ്ങനെ ഈ അയ്യപ്പൻ പാട്ട് ചെയ്യാൻ പോകുമ്പോൾ ഉള്ളൊരിത് നമ്മുടെ മനസ്സിലൊന്നും ഇല്ലാണ്ടാണ് പോകുന്നത്. ഞാൻ സ്റ്റുഡിയോയിൽ പോയി കാലത്ത് 10 മണിക്ക് കയറി കഴിഞ്ഞാൽ വൈകുന്നേരം 6 മണി 7 മണിയാകുമ്പോഴത്തേക്ക് 10 പാട്ട് ഞാൻ കൊണ്ട് കമ്പോസ് ചെയ്ത് കഴിയും. പിന്നെ ലിറിക്സ് എഴുതിയാൽ മതി. ലിറിക്സും കൂടെ എഴുതി വരുമ്പോഴത്തേക്ക് അത് ഗംഭീരമായിട്ട് വരും. ഞാൻ എന്നെ SP ആയിട്ട് പറയല്ല കേട്ടോ, സെൽഫ് പ്രൈസിങ് അല്ല ഞാൻ പറയുന്നത്. അങ്ങനെ ഒരു ലക്ക് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് അനുഗ്രഹിച്ച് തന്നിരിക്കുവാണല്ലോ ഭഗവാൻ. അപ്പം അടുത്ത റൗണ്ടിലോട്ട് നമ്മൾ കയറുകയാണ്. സവാരി ഗിരിഗിരി, ചിത്രം മായ മോഹിനി. അപ്പൊ ഇന്ന് വേറൊരു വിശേഷമുണ്ട്. ദീപയെ സഹായിക്കാൻ വേണ്ടിയിട്ട് തണ്ണീർമത്തൻ ദിനങ്ങൾ എന്ന ചിത്രത്തിൽ അഭിനയിച്ച അനശ്വര ഉണ്ട്. നമുക്ക് അനശ്വരയെ വെൽക്കം ചെയ്യാം. വെൽക്കം അനശ്വര ടു പറയാം നേടാം. എന്തൊക്കെയുണ്ട് അനശ്വര കുട്ടി വിശേഷം? സുഖം. എവിടാ വീട്? കണ്ണൂര്. ആ. ഓക്കെ. അപ്പൊ ഇപ്പൊ കണ്ണൂര് അങ്ങനെ വീട്ടിൽ വെറുതെ ഇരിക്കുകയാണോ അതോ എന്തെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടോ? ഏതെങ്കിലും സിനിമയിൽ പോകുന്നുണ്ടോ? ഞാനിപ്പോ പഠിക്കുകയാണ്. അപ്പം എന്റെ ഇംപ്രൂവ്മെന്റ് എക്സാം ഒക്കെയാണ് ഇപ്പൊ നടക്കുന്നത്. ഏതിനാണ് പഠിക്കുന്നത്? ഞാൻ പ്ലസ് ടു. അപ്പൊ അതിന്റെ ഒരുപാട് വർക്കുകളൊക്കെ കിടക്കുകയാണ് അല്ലേ? അതെ. എന്നിട്ട് പഠിക്കുവോ? കുഴപ്പമില്ല പഠിക്കും. എന്താണ് ഹോബി? ഹോബി പാട്ട് കേൾക്കാൻ ഇഷ്ടമാണ്, പിന്നെ കുക്ക് ചെയ്യാൻ ഇഷ്ടമാണ്. എന്ത് കുക്ക് ചെയ്യും? ചെറിയ ചെറിയ സാധനങ്ങൾ. കാപ്പി ഉണ്ടാക്കൂ? പിന്നെ അത്രയും യോഗ്യതയുണ്ട്. കാപ്പി ഉണ്ടാക്കും. പിന്നെ മട്ടൻ കറി ഉണ്ടാക്കൂ? അയ്യോ അത്രയൊന്നും എഴുതില്ല. ഞാൻ പഠിപ്പിച്ചുതരാം. യൂട്യൂബിൽ കയറിയിട്ടൊന്ന് നോക്ക്. ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് മട്ടൻ കറി, ചിക്കന്, പിന്നെ പലവിധ ഐറ്റംസ് ഞാൻ ഈ ലോക്ക്ഡൌൺ പീരീഡിൽ ഉണ്ടാക്കി യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. അതായത് ഒരു മസാല കൂട്ടും ഇല്ലാത്തൊരു മട്ടൻ കറി. അതെ. ദീപയ്ക്ക് മീശ വെച്ച ആളിനെയാണോ ഇഷ്ടം അതോ മീശ ഇല്ലാത്ത ആളിനെയാണോ? മീശ വെച്ച ആളിനെ ഇഷ്ടം. അവിടോ? എനിക്ക് അങ്ങനെയൊന്നുമില്ല. മീശ ഉണ്ടല്ലേ എല്ലാം ഓക്കെയാണ്. അതിനെപ്പറ്റി ഒന്നും ചിന്തിക്കാനുള്ള പ്രായമായില്ലല്ലേ? അതുകൊണ്ടല്ല, എന്തിനാ മീശ ഉണ്ടായില്ലെങ്കിൽ ഇപ്പൊ എന്താ മീശയില്ലാത്ത ആൺകുട്ടിയൊക്കെ ജീവിക്കണ്ടേ? അല്ല, മീശ ഉണ്ടെങ്കിൽ ഒരു അസ്വസ്ഥതയില്ലേ? അതെനിക്കറിയില്ല, അത് ആൺകുട്ടിയോട് വയ്ക്കണം. കാരണം എപ്പോഴും മീശ കട്ട് ചെയ്യണം, ഇത് വയ്ക്കണം, പിന്നെ പ്രായമായി കഴിഞ്ഞാൽ ഡൈ ചെയ്യണം, എന്തെല്ലാം പ്രശ്നങ്ങളാണ്. അപ്പൊ മീശയും മുടിയില്ലെന്നുണ്ടെങ്കിൽ എന്ത് സുഖമാണ്, കുളിക്കാനൊക്കെ എന്ത് സുഖമാണ്. കാരണം ചുമ്മാ ഷവർ എടുക്കുക, നേരെ തിരിച്ചു വരിക. ഇത് തലയിൽ ഷാമ്പു ചെയ്യണം, തലയിൽ ഡൈ ചെയ്യണം, മീശ ഡൈ ചെയ്യണം, തലമുടി വെട്ടണം. ഇതാണ് കാലത്തെണ്ണീറ്റ് ഡിമ്മെന്ന് പറഞ്ഞ് നമുക്ക് ഓഫീസിലോ അല്ലെങ്കിൽ ഷൂട്ടിങ്ങിനോ പോവാം. അപ്പം ഒരു കുസൃതി ചോദ്യം. ഓക്കെ. മാനത്ത് കാണുന്ന മറ്റൊരു മാനം. മാനത്ത് കാണുന്ന മറ്റൊരു മാനം. നമ്മളെ മേഘങ്ങളൊക്കെ ഉണ്ടല്ലോ. വിമാനം.
ഞാൻ മാറ്റാനൊന്ന് ശ്രമിക്കാൻ പോയപ്പോ അതിനിടെ പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞു, ആര്, നമ്മുടെ കൊച്ചുകുട്ടി പറഞ്ഞു കുറച്ച് കുക്കിംഗ് ഒക്കെ അറിയാന്ന് പറഞ്ഞു. ദീപയ്ക്കോ? വലുതായിട്ടൊന്നും അറിയത്തില്ല, ചെറുതായിട്ടൊക്കെ. എന്തറിയാം? നീ ചായ ഉണ്ടാക്കാൻ, ബാക്കിയെല്ലാം പക്ഷെ യൂട്യൂബ് വഴിയായിരിക്കും. അല്ല, അത് മതി, അത്രേ ഉള്ളൂ. പപ്പടം കാച്ചാൻ അറിയോ? അറിയാം. എങ്ങനെയാണ്? അതിനകത്ത് പോരെ അതിന്. ഏതിനകത്തോട്ട്? ഓയിലിനകത്ത്. ഓയിലോ? എന്തോ കരി ഓയിലോ? വെളിച്ചെണ്ണ, കോക്കനട്ട് ഓയിൽ. വെളിച്ചെണ്ണ. ഒന്ന് അനുസര ഒന്ന് കൈയടിച്ച്. കാരണം ഇത്രയും വിവരമുള്ള ഒരാളിനെ നമുക്ക് കാണാൻ പറ്റത്തില്ല. കാരണം എന്താണെന്നറിയോ? പപ്പടം ഉണ്ടാക്കാൻ അറിയാമെന്ന് ആലോചിച്ച് നോക്ക്. ഒരു മനുഷ്യനും അറിഞ്ഞൂടാത്ത ഒരു കാര്യമാണ് ദീപയ്ക്ക്. പിന്നാണ് ഒരു പയ്യന് വന്ന് കെട്ടാൻ മടി. വന്ന് കെട്ടിക്കഴിഞ്ഞാൽ ചായ, അത് കൃത്യമായിട്ട് ചായ കൊണ്ട് കൊടുക്കും. അപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറയും. അത് കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് ജീവിതകാലം മുഴുവൻ പപ്പടം തിന്ന് ജീവിക്കാം. ഇവിടുത്തെ ദീപ പറഞ്ഞു ദീപയുടെ നക്ഷത്രം കാർത്തികയാണെന്ന്. അനശ്വരയുടെ നക്ഷത്രം ഏതാണ്? ഉത്രം. അയ്യപ്പന്റെ നക്ഷത്രമാണ്. കണ്ടോ? കണ്ണു നിറയാതിരുന്ന കൊള്ളാം ഞാൻ. എല്ലാം ഒരു കോയിൻസിഡൻസ് ആണ്. ഈ പ്രപഞ്ചമേ ഒരു കോയിൻസിഡൻസ് ആണ്. എല്ലാം കൂടെ ഒരു കോയിൻസിഡൻസ് ആയിട്ട് വന്നപ്പോഴത്തേക്ക് ദീപയ്ക്ക് സഹിക്കാൻ പറ്റുന്നില്ല. കണ്ണോളം കണ്ടതുപോരാ, കാതോളം കേട്ടതുപോരാ, അയ്യന്റെ മായകൾ ചൊന്നാൽ തീരുമോ ഗുരുസ്വാമി? അയ്യൻ ശരണം സ്വാമിയെ, നെയ്യഭിഷേകം സ്വാമിക്ക്, കർപ്പൂരത്തിരി കൽക്കണ്ടത്തി കാണിപ്പൊന്നും നടയ്ക്കു വയ്ക്കുന്നേ. കണ്ണോളം കണ്ടതുപോരാ, കാതോളം കേട്ടതുപോരാ, അയ്യന്റെ മായകൾ ചൊന്നാൽ തീരുമോ ഗുരുസ്വാമി? അപ്പൊ അങ്ങനെ കരയിപ്പിച്ചല്ലേ. നക്ഷത്രമോ ഉത്തരം, ഇട്ട ഡ്രസ്സ് നീല, അയ്യപ്പന്റെ ആരാധിയ, പിന്നെ അയ്യപ്പണ്ണനെ കെട്ടാൻ പോണു എന്ന് വേണ്ട.